ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു പുതിയ റിയാക്ഷൻ ചെയ്താലോ. ഇന്നത്തെ സബ്ജക്റ്റ് ഇവിടെ കാണിക്കുന്ന ഈ വ്യക്തിയാണ്. ഈ വ്യക്തിയെ പറ്റി, വ്യക്തിയുടെ പേരൊക്കെ അറിയായിരിക്കും എല്ലാവർക്കും. ഹൻസിക കൃഷ്ണ. അപ്പോൾ ഹൻസിക കൃഷ്ണയുടെ ഇൻസ്റ്റഗ്രാമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഇൻസ്റ്റഗ്രാം സബ്സ്ക്രിപ്ഷനാണ് ഏറ്റവും വലിയ ചർച്ചാ വിഷയം. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യണം 2-3 ദിവസമായി ഈ ഒരു വിഷയം തുടങ്ങിയിട്ട്. പക്ഷേ ഞാൻ ഇപ്പോൾ താമസിച്ചു എന്ന് തോന്നുന്നു, കുറച്ച് ലേറ്റായി പോയി, സോറി. ബിക്കോസ് ഞാൻ റിയാക്ഷൻസ് ഒക്കെ ഇങ്ങനെ ചെയ്ത് വരണേ ഉള്ളൂ. ആണ് ഞാൻ ചെയ്യുന്നത്. സ്കിപ്പ് കുറേ പേര് സ്കിപ്പ് ചെയ്തതാണ്. ഓക്കെ, നമുക്ക് മെയിൻ സബ്ജക്റ്റിലോട്ട് വരാം. ഹൻസിക കൃഷ്ണയാണ് നമ്മുടെ സബ്ജക്റ്റ്. ഹൻസിക കൃഷ്ണ ലേറ്റസ്റ്റ് ആയിട്ടൊരു ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് എത്ര രൂപ, 299 റുപ്പീസ് ആയിരുന്നു കേട്ടോ സബ്സ്ക്രിപ്ഷൻ ഫസ്റ്റ് ടൈം. ഇപ്പോൾ സബ്സ്ക്രിപ്ഷൻ്റെ ചാർജ് കൂട്ടിയിട്ടുണ്ട്. എത്ര, 400 ആക്കി. 300 400 ആക്കി. റീസൺസ് ഒരുപാട് കാണും. കാരണം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സബ്സ്ക്രിപ്ഷൻ വഴി ഒരുപാട് വീഡിയോസ് ആൾ ലീക്കായിപ്പോയി. ലൈക്ക് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്കാർ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് അത് വൈറലാക്കി. അങ്ങനെ ഭയങ്കര എയറിലായിരുന്നു ഹൻസിക കൃഷ്ണ. അപ്പോൾ ആളിപ്പോൾ ഒരു അപ്പോളജി ലെറ്ററുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു അപ്പോളജി കാണാമെന്ന് അറിയില്ല. ഒരു അപ്പോളജി ലെറ്ററായിട്ടൊക്കെ വന്നിട്ടുണ്ട്. 2-3 പേജൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വായിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ഒരുപാട് പേര് വായിച്ച് കാണും. അപ്പോൾ അതിൽ വന്ന കമൻസ് ആണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. കുറേ കമൻസ് പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ്. ലൈക്ക് ഐ എം ഹിയർ വിത്ത് സപ്പോർട്ട് യു ഹൻസുവിൻ്റെ സിമ്പത്തി അല്ലെങ്കിൽ ഇമോഷൻസ് കണ്ട് കുറേ പേർക്ക് പാവം തോന്നി. ലൈക്ക് ആൾ സോറി ഒക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ ചെയ്ത തെറ്റാണ്, ഞാൻ പൈസയ്ക്ക് വേണ്ടി അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ലൈക്ക് ആളുടെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, ഭയങ്കര ഇൻറ്റിമേറ്റ് ഒന്നും അല്ല, ആള് കുറച്ച് ഹോട്ടായിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു അപ്പോളജി പോലത്തെ ഒരു ലെറ്ററാണ് ആൾ ചെയ്തത്. അപ്പോൾ അതിന് കുറേ പേര് ആൾക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പേര് സബ്സ്ക്രിപ്ഷൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് സബ്സ്ക്രിപ്ഷൻ അങ്ങ് നിർത്തിക്കൂടെ, പിന്നെന്തിനാ ഈ സെൻറ്റിമെൻ്റൽ അപ്രോച്ച്, എന്തിനാ നിങ്ങൾക്ക് ആ സബ്സ്ക്രിപ്ഷൻ അങ്ങ് വെച്ച് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സബ്സ്ക്രിപ്ഷൻ നിർത്തണോ വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്കാർക്കും ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ എന്ന് പറഞ്ഞ് അവർ കമൻറ്റ് നിർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇതിൽ വന്ന പകുതിയോളം കമൻസും അതായിരുന്നു. ലൈക്ക് നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ അങ്ങ് നിർത്തിക്കോളാൻ പറഞ്ഞിട്ട്. പിന്നെ ഒരു കമൻറ്റ് വന്നത്, പെട്ടെന്ന് ഇവരിങ്ങനെ 300 രൂപയിൽ നിന്ന് പെട്ടെന്ന് ചാടി 400 രൂപയാക്കി. അപ്പോൾ അതിനെ പറ്റിയിട്ട് കുറേ ആൾക്കാർ ഇട്ടിട്ടുണ്ട്. അതായത് പാവങ്ങൾ കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ പൈസ കൂട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട്. അതിപ്പം ലീക്കാക്കാൻ ആഗ്രഹിക്കുന്നവന്മാർ എത്ര രൂപ കൊടുത്തിട്ടായാലും അതിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യും. അത് വേറൊരു കാര്യം. പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, അയാൾ വിചാരിച്ചു ഈ ഒരു വീഡിയോ, ലീക്കായ വീഡിയോ AI വീഡിയോ ആണെന്നാണ് വിചാരിച്ചത്. അപ്പം ലെറ്റർ ഇട്ടപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് റിയൽ ആയിരുന്നു എന്ന്. അങ്ങനെയൊക്കെ കമൻറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട് കേട്ടോ. പിന്നെ ഒരാൾ ഇട്ടിട്ടുണ്ട്, ഓ ഭയങ്കരം തന്നെ, ആളുകൾ മദ്യപിക്കുന്നത് നിർത്താൻ വേണ്ടി ബിവറേജിൽ ഇന്ന് മുതൽ മദ്യത്തിന് 100 രൂപ കൂട്ടുന്നു എന്ന് പറയുന്ന പോലെയായി. എന്ന് വെച്ചാൽ മദ്യപാനം നിർത്താൻ വേണ്ടിയിട്ട് മദ്യത്തിന്റെ വില കൂട്ടിയാലും ആളുകൾ മദ്യം വാങ്ങും. അഡിക്ഷൻ ആയിപ്പോയാൽ ആളുകൾ വാങ്ങും. അതാണ് കേട്ടോ കമൻറ്റിൽ കൂടെ ഉദ്ദേശിക്കുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ ചാർജ് കൂട്ടിയതിനെ പറ്റിയിട്ടാണ് പകുതിയോളം കമൻസ് വരുന്നത്. സബ്സ്ക്രിപ്ഷൻ ചാർജ് എന്തിനാണ് കൂട്ടിയത്, സബ്സ്ക്രിപ്ഷൻ നിങ്ങൾ ചെയ്യണ്ട, സബ്സ്ക്രിപ്ഷൻ ഇത്രയും അപ്പോളജി പറയുന്നതുകൊണ്ടാണ്. അപ്പോളജിയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഹൻസിക പറയുന്നുണ്ട് ആളുടെ മിസ്റ്റേക്കാണ്, ബൈ മിസ്റ്റേക്ക് ആൾ ചെയ്തതാണ്. ആ ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ തോന്നി, ചെയ്തു. അതിങ്ങനെ ഇത്രയും പണിയാവുമെന്നൊന്നും വിചാരിച്ചില്ല. ഇതുപോലെ ഒരാൾ ലീക്ക് കേൾക്കുമെന്നും ചിലപ്പോൾ വിചാരിച്ച് കാണത്തില്ല. പക്ഷെ അതാണ് ഏറ്റവും കൂടുതൽ പറ്റിപ്പോയത്. പിന്നെ ഫാമിലി ചെയ്യാൻ പറ്റിയിട്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത്. ഈ ഒരു അവസരത്തിൽ ഒരുപാട് നമ്മൾ സാധാരണ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ കിള്ളിയും വീട്ടുകാർ നമ്മളെ കൊന്നേനെ. പക്ഷേ സെലിബ്രിറ്റിയുടെ മകളാണ്, സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടാണ്. സോ ഓക്കെ, അത് അവരുടെ കാര്യം, ഫാമിലി കാര്യങ്ങളാണ്. പിന്നെ ഈ വീഡിയോയിൽ എല്ലാ കമൻസും ഈ സബ്സ്ക്രിപ്ഷനെ പറ്റിയിട്ടാണ് കൂടുതലും. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ നെഗറ്റീവ് കമൻസ് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ അറിഞ്ഞില്ല. പക്ഷേ ഫുൾ നെഗറ്റീവ് കമൻസ് ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ കിട്ടത്തില്ല. നമുക്ക് നോക്കണമെങ്കിൽ ഫേസ്ബുക്കിൽ നോക്കാം. ഫേസ്ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാത്ത നെഗറ്റീവൊക്കെ കാണും. പക്ഷേ നൈസ് വീഡിയോ ആണെങ്കിൽ പോലും അവരിൽ നെഗറ്റീവ് കമൻസ് ഇടുന്ന ആൾക്കാരാണ് ഫേസ്ബുക്കിലുള്ളത്. അപ്പം ഫേസ്ബുക്കിൽ വേണമെങ്കിൽ നോക്കാം. ഇനി നോക്കാൻ വയ്യ, കാരണം രാവിലെയാണ് നെറ്റ് അടിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും ഹൻസിക കൃഷ്ണയുടെ വീഡിയോ വൈറൽ ആയിരിക്കുകയാണ്. എന്തായാലും ഇപ്പം കുറേ പേര് AI എന്ന് വിചാരിച്ച വീഡിയോ ആയിരുന്നു അത്. പക്ഷേ ഇപ്പം അത് റിയൽ ആണെന്നും കൂടെ മനസ്സിലാക്കി. ഞാൻ സത്യം പറയട്ടില്ല, ഞാൻ വരെ വിചാരിച്ചത് AI ആണെന്ന്. ഇപ്പോഴാണ് എനിക്കൊരു ക്ലിയർ വന്നത്. എന്തായാലും അതൊക്കെ ഇപ്പം നമുക്ക് പറയാൻ പറ്റത്തില്ല. നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇടയ്ക്ക് ഒരു പർപ്പിൾ ഹാലിക്കൺ എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് ഉണ്ട്, അറിയായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ആ അക്കൗണ്ടിൽ ഇതിനെക്കാട്ടിലും വൾഗർ വീഡിയോസും ഫോട്ടോസും ഒക്കെയാണ്
പോസ്റ്റിലിടുന്നത്. ഞാൻ സബ്സ്ക്രൈബ് ആയത് ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സബ്സ്ക്രിപ്ഷൻ്റെ അകത്തും അവരിതൊക്കെയാണ് ഇടുന്നതെന്നാണ് അതിൽ കമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. അപ്പോൾ അതൊക്കെ അവർ ആ ഒരു രീതിയിലാണ് അവർ ഫേമസ് ആയത്. അങ്ങനത്തെ ചെയ്യുമ്പോഴാണ് അവർ ഫേമസ് ആയത്. പക്ഷെ ഹൻസിക എന്ന് പറയുന്നത് ആളെ നമ്മൾ അങ്ങനെ വിചാരിക്കില്ല. ആളെന്ന് പറയുന്നത് നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററാണ്. എനിക്ക് ആളുടെ വീഡിയോസും യൂട്യൂബ് വീഡിയോസിൽ ഞാൻ കാണാറുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ആളുടെ ട്രാൻസിഷൻ വീഡിയോസ്, അങ്ങനെ ഒരുപാട് ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഹോട്ട് വീഡിയോ ഒക്കെ പുറത്ത് വരുമ്പോൾ എന്തായാലും അത് സൊസൈറ്റി ഏറ്റെടുക്കുമെന്ന് ആൾക്കറിയായിരിക്കും. കുറച്ചൊന്ന് വൈറൽ ആകാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തത്. പക്ഷെ വൈറലായത് നല്ല പണി കിട്ടിയിട്ടാണ്, നെറ്റിൻ്റെ പണി കിട്ടിയിട്ടുണ്ട്. നല്ല കമൻസ്, ഒട്ടുക്കും കമൻസാണ് ആ ഒരു സമയത്ത്. ഹൻസിക കൃഷ്ണയുടെ കമൻറ്റ് ബോക്സ് മൊത്തം ഭയങ്കര, അതിനും കൂടെ ഉള്ള റിയാക്ഷൻ ആയിരിക്കും ചിലപ്പോൾ ഹൻസിക ഇങ്ങനെ ഒരു ലെറ്ററിലൂടെ ഇട്ടത്. അപ്പോൾ എന്തായാലും വീഡിയോ വൈറലായി. ഇനി എന്തായാലും ഇങ്ങനത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരിക്കുക, സബ്സ്ക്രിപ്ഷൻ്റെ ഉള്ളിലായാലും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എങ്കിൽ എല്ലാവരും ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ജസ്റ്റ് കമൻറ്റില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ഞാൻ റിയാക്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്സ്.